തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമുക്കറിയാം ആദരണീയരായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെയും ശ്രീ ആർ ശങ്കറിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ബോർഡ്, ആ ബോർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്, പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. ഇത് മാത്രമല്ല നടന്നത് കേട്ടോ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി. അനിൽ ബോസ് പറഞ്ഞത് ഈ പരിപാടി രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെയാണോ അനിൽ ബോസ്? ഈ പരിപാടി രാഷ്ട്രീയമാണെങ്കിൽ ശരിയാ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണ നൽകാൻ നിങ്ങൾ വരേണ്ടതില്ല. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ പിന്തുണ തരാൻ വേണ്ടിയാണല്ലോ NSS എത്തിയത്, SNDP എത്തിയത്, KPMS എത്തിയത്, 28ഓളം വരുന്ന സാമുദായിക സംഘടനാ നേതാക്കന്മാരെത്തിയത്. അവരൊന്നും ഇത് മനസ്സിലാക്കാത്ത ആളുകളാണോ? അവർക്കെല്ലാം കാര്യം മനസ്സിലായി. അനിൽ ബോസ്, എന്താ നിങ്ങൾ ശബരിമലയുടെ പേരിൽ ചെയ്യുന്നതെന്നും ഇടതുപക്ഷം എന്താണ് ശബരിമലയുടെ പേരിൽ ചെയ്യുന്നത് ഇന്ന് തുടങ്ങിയതല്ല. അജിംഷാദ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അജിംഷാദ് അവിടെ ഒരു റോഡുണ്ട്, PK ചന്ദ്രാനന്ദൻ റോഡെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. PK ചന്ദ്രാനന്ദൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നില്ല, BJPയുടെ നേതാവായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രബലനായ നേതാവ് പുന്നപ്ര വയലാറിൻ്റെ സമര സേനാനി സഖാവ് PKCയുടെ റോഡിൽ ആ പേരിട്ടത് ആരാന്നറിയാവോ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ ആ റോഡിന് പേരിട്ട്, അല്ലാതെ ആരും നിർദ്ദേശിച്ചതല്ല. എന്താ, ശബരിമലയിൽ ആ കാനന ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്രയാസം, വളരെ പ്രയാസം, ബുദ്ധിമുട്ട്, ഈ പറയുന്ന കല്ലും മുള്ളും എല്ലാം ചവിട്ടി പോകുമ്പോഴാണ് ആ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന PKC തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായി വരുന്നതും അവിടെ സുഗമമായ റോഡ് ഉണ്ടാക്കുന്നതും. അദ്ദേഹം അവിടെ പോയി കൈലിയുമെടുത്ത് തലയിൽ തോർത്തും കെട്ടി അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നത് കണ്ട് ഭക്തലക്ഷങ്ങളിട്ട പേരാണ് ആ റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദ റോഡെന്ന്. ആ റോഡിലൂടെ കഴുതയിലായിരുന്നു അവിടേക്ക് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കഴുതയിൽ ഇന്ന് കഴുത അവിടെ ഇല്ല. അവിടെ ട്രാക്ടറിൽ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി പോവുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ റോഡാകുന്നു, മറ്റു സൗകര്യങ്ങളാകുന്നു. അതുമാത്രം പോരാ, എല്ലാ കാലത്തും ശബരിമല ഇങ്ങനെ തിരക്കും മറ്റു കാര്യങ്ങളും എല്ലാമായി പോയാൽ മതിയോ? കേരളത്തിലെ എല്ലാ രംഗത്തും മാറുന്നത് പോലെ ശാശ്വതമായ പരിഹാരം ശബരിമലയിൽ ഉണ്ടാവണം. അതും മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. നമ്മൾ അവിടേക്ക് നമ്മൾ റോപ്പ് വേ സംവിധാനം, അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. അതും കേന്ദ്ര അനുമതിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ശബരി വിമാനത്താവളം എരുമേലിയിൽ നിങ്ങളുടെ കാലത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാമ്പത്തിക പ്രയാസം നേരിടുമ്പോൾ ശബരി റെയിലിന് ഞങ്ങളുടെ വീതം ഞങ്ങൾ നൽകും എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ട്രെയിനും എയർപോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവണം. അവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ആവശ്യമായ ചർച്ചകൾ നടത്താൻ ഒരു കോൺക്ലേവ്. ആ കോൺക്ലേവിൽ ആരാണ് രാഷ്ട്രീയം കാണിച്ചത്? കോൺക്ലേവ് മാത്രമല്ല, സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ സമീപനം എന്താണ്? ഇവരെല്ലാം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഒരു കാലത്തും ആചാരം ലംഘിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരല്ല. ഞങ്ങളുടെ അജണ്ടയിലും അതില്ല. എല്ലാ വിശ്വാസികൾക്കും ഒപ്പം തന്നെയാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ആ സുപ്രീം കോടതി വിധി വന്നപ്പോഴുണ്ടായ സാഹചര്യം 91-ൽ കയറണ്ട എന്ന് തീരുമാനിച്ചു, കയറുന്നില്ല. പിന്നീട് ശേഷം കയറണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന എന്താണോ ആ കാര്യമാണ് ആ കാലത്ത് ചെയ്തിരുന്നത്. അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നവരും എന്താ പറഞ്ഞത്? നിങ്ങളുടെ BJPക്കാർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിയമനിർമ്മാണം കൊണ്ടുവരും. എന്നിട്ട് എന്തായി നിയമനിർമ്മാണം? അതാ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. BJPക്കാർക്ക് ചെയ്യാമല്ലോ, BJP കോൺഗ്രസും ഒന്നും അവിടെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുക, അജിംഷാദ് ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായും ഭരണസമിതിയൊക്കെ ആയിട്ടും നിങ്ങളുടെ കാലത്ത് പലരും വരാറുണ്ടല്ലോ, നിങ്ങൾ പലരും വെക്കാറുണ്ടല്ലോ. ഒരാളെങ്കിലും അഴിമതിയില്ലാതെ പുറത്തു പോയിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയല്ലേ നിങ്ങളുടെ കാലത്ത് പുറത്തു വന്നുകൊണ്ടിരുന്നത്?
നിങ്ങൾ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കാനാണ് നിങ്ങളുടെ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഏതെങ്കിലും ബോർഡ് വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ഒരു ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വാസികളുടെ സംരക്ഷണമാണ്. ശബരിമല ആയിക്കോട്ടെ, ഏത് ആരാധനയായിക്കോട്ടെ, അവിടെ വിശ്വാസികളുടെ സംരക്ഷണമാണ്. അത് ഞങ്ങൾ സത്യസന്ധമായി ചെയ്യുന്നു, ഞങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു, ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ സാമുദായിക നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുറെ കാലം ചില മാധ്യമങ്ങളെയെല്ലാം കൂട്ടി ഇവിടെ കള്ളക്കഥകളെല്ലാം പ്രചരിപ്പിച്ചല്ലോ. പക്ഷെ നിങ്ങൾ കരുതി ആ ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആകെ ഒലിച്ചു പോകുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് തിരിച്ചറിയും. ഇന്ന് അതാണ് കാണുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഈ ഭരണവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അങ്കലാപ്പാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ അങ്കലാപ്പ് വല്ലാത്ത അങ്കലാപ്പ് തന്നെയാണ് നിങ്ങളുടെ. അതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആര് തന്നെ എതിർത്താലും, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എതിർക്കുമ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കാറുണ്ട്, അത് നമ്മൾ കാണുന്നതാണ്. ഇനി അത് NSS ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഒരഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതെ ചെയ്തേക്കാം. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാതെയും എല്ലാം ഇപ്പോൾ നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.